ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് റവ കേക്ക്. ഇത് വളരെ ഈസി ആയൊരു റെസിപ്പിയാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. തൈര് 1/2 കപ്പ്, പാല് 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് പ്ലസ് 1/3 കപ്പ്, ഓയിൽ 1/2 കപ്പ്, മൈദ 1/2 കപ്പ്, റവ 1 പ്ലസ് 1/2 കപ്പ്, ട്യൂട്ടി ഫ്രൂട്ടി 4 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് തൈര് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം പരുവത്തിലാക്കി എടുക്കണം. പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ചേർത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്, കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ചേർക്കുന്നതിന് മുമ്പ് ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യരുത്, കേക്ക് ഹാർഡായി മാറും. നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന പാലിൻ്റെ പകുതി ഒഴിച്ച് റവ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് മാറ്റി വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. പാൽ ഒന്നിച്ച് ഒഴിച്ച് ഫോൾഡ് ചെയ്യരുത്, കുറച്ച് കുറച്ചായി ഒഴിച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ നേരത്തെ പാലൊഴിച്ച് റവ വെച്ചത് റവ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ റവ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മിൽക്കും കൂടി ഒഴിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ. ഇനി നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഈ റവ മിക്സും ഇപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസും കൂടിയെല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരണം. അതിനുവേണ്ടി നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. വാനില എസൻസിന് പകരം ഏലക്ക പൗഡർ ചേർത്താലും മതി. ഇനി കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അതിനുവേണ്ടി കുക്കറിൻ്റെ സെൻറ്ററിലും എഡ്ജസിലും ഒക്കെയായി നന്നായി ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് വിട്ടു പോരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കറിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി വിതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ തിക്കായിരിക്കണം, ലൂസ് കൺസിസ്റ്റൻസി പാടില്ല. ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി ട്യൂട്ടി ഫ്രൂട്ടി വിതറിയിട്ട് കൊടുക്കാം. കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു 45 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ആദ്യം സ്റ്റൗ ടോപ്പുമേൽ ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് കുക്കർ വെക്കേണ്ടത്.
ഫ്ലെയിം ഡയറക്റ്റായിട്ട് കുക്കറിന്മേൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 45 മിനിറ്റോളം കേക്ക് കുക്ക് ചെയ്തെടുക്കാം. കേക്ക് കുക്കായോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയറായി വന്നാൽ കേക്ക് കുക്കായി. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. തണുത്തതിന് ശേഷം ഇത് കുക്കറിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ അരികുവശക്കം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ കേക്ക് പെട്ടെന്ന് കുക്കറിൽ നിന്ന് വിട്ടുപോരും. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിൽ യൂസ് ചെയ്താൽ കേക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായി വരും. ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്.